ഹലോ ഫാമിലി, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബി മിസ് ലൈഫ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കണ്ടോ നമ്മുടെ വീടിന്റെ ഒരവസ്ഥ. നമ്മുടെ വീട്ടിലെ ഒരു ബാത്റൂമിന്റെ 3 സൈഡിലെ ഭിത്തികളുടെ ഒരവസ്ഥയാണിത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ബാത്റൂമിന്റെ ചുറ്റുമുള്ള ഭിത്തികൾ മാത്രമല്ല, ഓൾമോസ്റ്റ് വീടിന്റെ എല്ലാ ഭാഗത്തുമുള്ള ഭിത്തികൾ ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു പോവാണ്. പിന്നെ ലാസ്റ്റ് പുട്ടിയും ഇല്ല, പെയിന്റും ഇല്ല, ഒന്നുമില്ല, സിമെന്റ് മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. കുറേ സ്ഥലങ്ങളിലൊക്കെ വിള്ളലുകളും ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ നമ്മൾ ഒന്ന് റീപെയിന്റ് ചെയ്തേക്കാന്ന് വെച്ചു. അപ്പം നമ്മൾ ഇവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഒരു ഡാം ഡിനൈ എന്ന് പറയുന്ന ഒരു സംഭവം, ഇതിനുള്ളൊരു ട്രീറ്റ്മെന്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പം അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ചെയ്യുമ്പോൾ നമ്മുടെ വോളിൽ മെഷ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ബാത്റൂമിന്റെ സൈഡിലുള്ള ഏറ്റവും കൂടുതൽ വെള്ളം ഇങ്ങനെ എന്താ പറയുക പിടിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഇങ്ങനെ മെഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ വീട് വെച്ചിട്ട് ഇപ്പോൾ 8 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. എങ്കിലും നമുക്ക് വാട്ടർ പ്രൂഫിംഗ് എന്നുള്ള പരിപാടിയൊന്നും അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ശരിക്കും ബാത്റൂമിൻ്റെയൊക്കെ ചുറ്റുവട്ടത്തും അല്ലെങ്കിൽ പുറത്തുനിന്ന് മഴ പെയ്യുമ്പോൾ കയറുന്ന ഈർപ്പം എല്ലാം കൊണ്ട് നമ്മുടെ വീട് മൊത്തം എപ്പോഴും ഒരു 3-4 വർഷം കഴിയുമ്പോഴേക്കും എപ്പോഴും ഇങ്ങനെ വരുവാണ്. ഇതും ഒരു 5 വർഷം ഗ്യാരണ്ടി ഉള്ള ഒരു പരിപാടിയാണ് ഈ ചെയ്യുന്നത്, ഡാം ഡിനൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലീൻ ചെയ്തിട്ടിരിക്കുന്ന ഭിത്തിയിലേക്ക് ഡാം ഡിനൈ ഫസ്റ്റ് കോട്ട് അടിച്ചതിന് ശേഷം അവിടേക്ക് മെഷ് വെക്കണം. മെഷ് വെച്ചതിന് ശേഷം വീണ്ടും 2 കോട്ട് കൂടി അടിക്കണം. ഇത് അടിക്കുന്നതിനിടയ്ക്ക് ഏകദേശം 6 to 8 hours ഗ്യാപ്പ് ഒക്കെ വേണമെന്നുണ്ട്. അങ്ങനെയാണ് അവർ പറയുന്നത്. അതിന് ശേഷം പിന്നെ 2 ദിവസം ഉണങ്ങാനൊക്കെ ഇട്ടതിന് ശേഷം പുട്ടിയൊക്കെ ഇട്ടിട്ട് വേണം നമ്മളിങ്ങനെ പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ഭാഗത്തും ഒന്നും ഡാം ഡിനൈൽ അടിക്കുന്ന സ്ഥലത്ത് മെഷ് വെക്കുന്നില്ല. അവിടെ ഇതുപോലെ ചെറുതായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം അത് ഡാം ഡിനൈ അടിച്ചു വിടുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മൾ പെയിന്റിങ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തല്ലോ, അപ്പോൾ പിന്നെ കളറും കൂടി ഒന്ന് ചേഞ്ച് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു കളർ ആയിരുന്നില്ല നമ്മളിവിടെ പ്ലാൻ ചെയ്തത്. ഇതിന്റെ പുറകിൽ വേറൊരു കഥ കൂടിയുണ്ട്. കാരണം ഞാൻ സെലക്ട് ചെയ്തിരുന്ന കളർ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറായിരുന്നു. അത് നമ്മുടെ റൂമിൽ അടിച്ചപ്പോൾ അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ അതിനെ കുറച്ചും കൂടെ വൈറ്റ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കളർ ആക്കിയെടുത്തത്. ഈ ഒരു ബ്രൗൺ കളർ എനിക്ക് വലിയ കുഴപ്പമില്ല. നമ്മൾ ഇവർ കൊണ്ടുവരുന്ന ആ ഒരു ബ്രോഷറിൽ നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ അത് നമ്മൾ ഭിത്തിയിലേക്ക് അടിച്ചു കഴിയുമ്പോഴത്തേന് ആ ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു കളറല്ല നമുക്ക് വരുന്നത്. ഈവൻ ഇപ്പോൾ ഈ വോളിൽ ഹൈലൈറ്റ് ചെയ്യുന്ന വോളിൽ എപ്പോഴും ലൈറ്റ് ഇല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. ലൈറ്റ് ട്യൂബ് ലൈറ്റ് ഒക്കെ ആ വോളിലാണെന്നുണ്ടെങ്കിൽ ആ വോളിൽ ഹൈലൈറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ പിന്നെ മെയിൻ ആയിട്ടുള്ള വോളുകളിലെല്ലാം ഒരു ഗ്രീനിഷ് ലൈറ്റ് ഗ്രീൻ കളറാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ബെഡ്റൂമിൽ ഈ കളറായിരുന്നു ബെഡ്റൂമിലും ഹാളിലും വേണ്ടി സെലക്ട് ചെയ്തത്. പക്ഷെ എനിക്കത് അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കളർ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇതിനെ കുറച്ചുകൂടെ ലൈറ്റ് ആക്കിയിട്ട് ഹാളിൽ അടിക്കാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഡാം ടിന്നെ അടിച്ച് 2 ദിവസം ഇട്ടിരുന്ന വോളിലേക്ക് ഇനി പുട്ടിയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പുട്ടി തേച്ച് കഴിയുമ്പോഴേ ഉള്ളൂ നമ്മുടെ ആ ഒരു മെഷിന്റെ ആ ഒരു ഫിനിഷിങ് അവിടെ ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ ആ മെഷ് നമുക്ക് ഇങ്ങനെ വിസിബിൾ ആയിട്ട് നിൽക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് പുട്ടിയിട്ട് അത് പേപ്പർ പിടിച്ചിട്ടൊക്കെയാണ് ആ ഭാഗത്തേക്ക് പെയിന്റ് അടിക്കുന്നത്. ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് ഭിത്തിയുടെ താഴത്തെ ഭാഗം ആയതുകൊണ്ട് തന്നെ മേളിലത്തെ ഭാഗത്തേക്കുള്ള പെയിന്റിങ് എല്ലാം അവര് കറക്റ്റ് ആയിട്ട് ചെയ്ത് വിടുന്നുണ്ടായിരുന്നു. ആദ്യം ഞാൻ ഉൾഭാഗത്തെ ഈ പ്രശ്നം മാത്രം പരിഹരിക്കാം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ വീടിന്റെ ചുറ്റും പുറത്തും എല്ലായിടത്തും ഈ സംഭവം ഉണ്ട്. അതുകൊണ്ട് മൊത്തമായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ പുറത്തെ ഈ ടൈൽസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്യണം, മതിലൊക്കെ ഒന്ന് വാഷ് ചെയ്യണം. അപ്പോൾ അതും എല്ലാം കൂടി ഇവർ ഈ കൂട്ടത്തിൽ തന്നെ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പെയിന്റിങ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർക്കാണ്. പണിയുന്നവർക്കും വർക്കാണ്, നമുക്കും വർക്കാണ്. കാരണം വീടിനകം മുഴുവൻ പൊടിയാണ്. എല്ലാ സാധനങ്ങളും ഫർണിച്ചേഴ്സും എല്ലാം എടുത്ത് വീടിന്റെ നടുഭാഗത്തേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. ഓരോ റൂമിന്റെ നടുഭാഗത്തേക്ക് ഇട്ടിട്ടാണ് സൈഡിലെ വോൾസ് ഒക്കെ അവർ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ വീടിന്റെ പെയിന്റ് ഒക്കെ പൊളിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളുള്ളവര് ഇതുപോലെ എന്തെങ്കിലും ഡാം ജിനയോ അങ്ങനെ മറ്റുള്ള സാധനങ്ങൾ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റിൽ ഒന്ന് പറയുവാണെങ്കിൽ നല്ലതായിരിക്കും. എനിക്കിപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് അറിയണമെങ്കിൽ ഏകദേശം 5 വർഷം ഞാൻ വെയിറ്റ് ചെയ്യണം. ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ് ആണ്. ഇപ്പോൾ പെയിന്റിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുവാണ്. ഫുള്ള് പൊടിയാണ്, വീട്ടിലെ എല്ലാ സാധനങ്ങളിലും പൊടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് കാണാം. ആ സമയത്ത് ഞാൻ റൂംസ് എല്ലാം കാണിച്ചു തരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.